നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിലെ ഡിസ്കഷനിൽ പറഞ്ഞിരുന്നു ഒരു പൈലിൻ്റെ അൾട്ടിമേറ്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്യു പി പ്ലസ് ക്യു എസ് ആണെന്നുള്ളതും അതിലെ ക്യു പി ക്യാപിറ്റൽ ക്യു പി എന്ന് പറയുന്നത് സ്മോൾ ക്യു പി മൾട്ടിപ്ലൈഡ് ബൈ എ പി എന്നും ക്യാപിറ്റൽ ക്യു എസ് എന്നുള്ളത് സ്മോൾ എഫ് എസ് മൾട്ടിപ്ലൈഡ് ബൈ എ എസ് ആണെന്നുള്ളതും അതിൽ എ പി എന്നുള്ളത് പൈൽ ടിപ്പ് ഏരിയയും എ എസ് എന്നുള്ളത് സർക്കംഫറൻഷ്യൽ ഏരിയയും ക്യു പി എന്നുള്ളത് ബെയറിംഗ് കപ്പാസിറ്റി പൈൽ ടിപ്പിലുള്ള ബെയറിംഗ് കപ്പാസിറ്റി ആണെന്നും പറഞ്ഞിരുന്നു. എഫ് എസ് എന്നുള്ളത് ആവറേജ് യൂണിറ്റ് സ്കിൻ ഫ്രിക്ഷൻ സാൻഡ് ആണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അഡ്ഹഷൻ അലോങ് ദ ഷാഫ്റ്റ് ക്ലേ ആണെന്നുണ്ടെങ്കിൽ, ഇത്രയാണ് പറഞ്ഞിരുന്നത്. ഇനി ഓരോ ടേംസിനകത്തുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ്റെ ഭാഗമായിട്ട് എഫ് എസ് എന്നുള്ളതിനെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ തന്നിരുന്നു. എഫ് എസ് എന്നുള്ളത് സ്കിൻ ഫ്രിക്ഷൻ ഓർ അഡ്ഹഷൻ ആണ്. സാൻഡിൻ്റെ കേസിൽ എഫ് എസ് ഈക്വൽ ടു കെ സിഗ്മ വി ടാൻ ഡെൽറ്റ. കെ എന്നുള്ളത് coefficient of lateral earth pressure, sigma v എന്നുള്ള vertical stress, delta എന്നുള്ളത് interface friction angle. ഇനി for clay, Fs is equal to alpha into C, where alpha is adhesion and C is effective cohesion. ഇത്രയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും. Fs equal to k sigma v tan delta എന്നുള്ള ഇക്വേഷൻ നോക്കിയാൽ സിഗ്മ വി കൂടുന്നതിനനുസരിച്ച് Fs കൂടും എന്നാണ് അർത്ഥം. ഡെൽറ്റ എന്നുള്ളത് ഇൻ്റർഫേസ് ഫ്രിക്ഷനാണ്, ആംഗിളാണ്. അത് കോൺക്രീറ്റും പൈലും ആണെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും, ഡെപ്തിനനുസരിച്ച് മാറത്തില്ലാത്ത ഒരു വാല്യൂ ആയിരിക്കും. കെ എന്നുള്ളത് ലാറ്ററൽ കോഎഫിഷ്യൻ്റ് ഓഫ് എർത്ത് പ്രഷറാണ്. 1 മൈനസ് സൈൻ ഫൈ ബൈ 1 പ്ലസ് സൈൻ ഫൈയോ 1 മൈനസ് സൈൻ ഫൈയോ ഡിപ്പെൻഡിങ് ഓൺ ആക്റ്റീവ് ഓർ പാസീവ് ഓർ അറ്റ് റെസ്റ്റ് കണ്ടീഷൻ. അതും ഡെപ്തിനനുസരിച്ച് മാറില്ല. നേരെ മറിച്ച് സിഗ്മ വി എന്ന് പറയുന്ന ടേം ഡെപ്തിനനുസരിച്ച് മാറും. കാരണം സിഗ്മ വി വെർട്ടിക്കൽ സ്ട്രെസ് അറ്റ് മിഡ് ഡെപ്ത് ഓഫ് ദ പൈലാണ്. അല്ലെങ്കിൽ ഏത് ഡെപ്ത് വരെയാണോ എടുക്കുന്നത് ആ ഡെപ്തിൻ്റെ അനുസരിച്ച് ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ പോകും. സിഗ്മ വി എന്നുള്ളത് ഗാമ ഇൻറ്റു എച്ച് വെർട്ടിക്കൽ സ്ട്രെസ് ആണ്. ലീനിയർ ആയിട്ട് വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത് ഇൻക്രീസ് ചെയ്യേണ്ടതാണ്. പക്ഷേ അവിടെ ക്രിട്ടിക്കൽ ഡെപ്ത് ഫോർ സാൻഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റ് പറയുന്നത് effective vertical stress need not increase with depth. നമ്മൾ ലോജിക്കലായിട്ട് ആലോചിക്കുമ്പോൾ ഡെപ്തിനനുസരിച്ച് സിഗ്മ വി ഈസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു എച്ച് ആണ് വെർട്ടിക്കൽ സ്ട്രെസ്. അപ്പം എച്ച് കൂടുന്നതിനനുസരിച്ച് സിഗ്മ വി കൂടേണ്ടതാണ്. പക്ഷേ ക്രിട്ടിക്കൽ ഡെപ്ത് കോൺസെപ്റ്റ് പ്രകാരം ഇത് ഒരു സർട്ടൺ ഡെപ്ത് വരെയേ ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യുള്ളൂ. അതിനുശേഷം അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറയുന്ന എൽ സി വരെ സിഗ്മ വി ടേം ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും, ഗാമ ഇൻറ്റു എച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അതിന് ശേഷം സിഗ്മ വി വിൽ റിമെയിൻ എ കോൺസ്റ്റൻറ്റ്. സോ അപ് ടു എ സർട്ടൻ ഡെപ്ത് ഓഫ് പൈൽ ദി എഫക്റ്റീവ് സ്ട്രെസ് ഇൻക്രീസസ് വിത്ത് ഡെപ്ത് ആൻഡ് ദെൻ ഓൺവേർഡ്സ് ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇത് മിക്ക ഡിസൈനേഴ്സും ഇത് കൺസിഡർ ചെയ്യാറുണ്ട്. ഇത് കൺസിഡർ ചെയ്യാത്ത ഡിസൈനേഴ്സും ഉണ്ട്. സേഫർ സൈഡിൽ കൺസിഡർ ചെയ്യുകയാണ് വേണ്ടിയത്. അതായത് പൈലിൻ്റെ കപ്പാസിറ്റി നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. അതുവഴി പൈലിനെ സേഫായിട്ട് ഡിസൈൻ ചെയ്യുന്നത്. നേരെ മറിച്ച് ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറയുമ്പോൾ ഒരു 15 മീറ്റർ നീളമുള്ള അല്ലെങ്കിൽ 50 മീറ്റർ നീളമുള്ള പൈലാണെന്നുണ്ടെങ്കിൽ 50 മീറ്റർ വരെയും ഈ വെർട്ടിക്കൽ സ്ട്രെസ് കൂടും. അതിനനുസരിച്ച് സിഗ്മ വി കൂടുന്നതിനനുസരിച്ച് എഫ് എസ് ടേം കൂടും. അപ്പോൾ അത്രയും വലിയ കപ്പാസിറ്റി പൈലിനുണ്ട് എന്ന് ഡിസൈനർ പറയേണ്ടി വരും. പക്ഷേ ചിലപ്പോൾ അത്രയും ഉണ്ടാവണമെന്നില്ല. സോ ഇൻ ഷോർട്ട്, ഇറ്റ്സ് ഓൾവേസ് സേഫ് ടു ക്യാരി ആൻഡ് കൺസിഡർ ക്രിട്ടിക്കൽ ഡെപ്ത്. സോ എൽ സി, the critical depth, is approximately equal to 10 times d for loose sand and 20 times d for dense sand. d എന്നുള്ളത് പൈലിൻ്റെ ഡയമീറ്റർ. സോ 50 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു പൈലാണെങ്കിൽ 50 മൾട്ടിപ്ലൈഡ് ബൈ 10 ആയിരിക്കും ലൂസ് സാൻഡിൽ, അല്ലെങ്കിൽ 5 മീറ്റർ ആയിരിക്കും ലൂസ് സാൻഡിലെ ക്രിട്ടിക്കൽ ഡെപ്ത്. ഡെൻസ് സാൻഡിലാണെങ്കിൽ ഓൾമോസ്റ്റ് ഡബിൾ. ഇതാണ് അപ്രോക്സിമേറ്റ് വാല്യൂസ് ഓഫ് ക്രിട്ടിക്കൽ ഡെപ്ത്. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് എന്നുള്ളത് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷനാണ്. ഈ ഫിഗറിൽ കാണുമ്പോൾ ഒരു പൈൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു സ്ട്രൈറ്റ് ഓഫ് സോയിലിൽ മേളിലത്തെ ഒരു ഭാഗത്ത് ഫിൽഡ് അപ്പ് സോയിലാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ലൂസായിട്ടുള്ള ഒറിജിനലി അവിടെ ഉണ്ടായിരുന്നതല്ല, അതിന് പകരം
കൊണ്ടിട്ട് വച്ചിരിക്കുന്ന മണ്ണാണ്, ഫിൽഡ് അപ്പ് സോയിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഈ ഫിൽഡ് അപ്പ് സോയിലിന് ആവശ്യത്തിനുള്ള സ്ട്രെങ്ത് കാണണമെന്നില്ല. പൈലിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേളിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് പകരം ഈ ഫിൽഡ് അപ്പ് സോയിൽ ആസ് സച്ച് വിൽ ഹാവ് എ ടെൻഡൻസി ടു ഗോ ഡൗൺവേർഡ്. അപ്പോൾ പൈലിൻ്റെ താഴത്തേക്കുള്ള മൂവ്മെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യത്തില്ല എന്ന് മാത്രമല്ല, പൈലിനൊരു എക്സ്ട്രാ ലോഡ് കൊടുക്കുകയും കൂടെ ചെയ്യും ഫിൽഡ് അപ്പ് സോയിൽ. സോ വാട്ട് ഈസ് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ സോയിൽ സറൗണ്ടിങ് ദ പൈൽ ഷാഫ്റ്റ് എക്സേർട്സ് എ ഡൗൺവേർഡ് ഡ്രാഗ്. എപ്പം, എങ്ങനെ, when and why? When the soil around the portion settles more than the pile. അതായത് പൈൽ ഇവിടെ ഉണ്ട്, പൈല് സെറ്റിൽ ചെയ്യുന്നതിനും കൂടുതൽ ഈ മണ്ണ് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത് പൈലിനെയും കൂടെ താഴത്തേക്ക് ഡ്രാഗ് ചെയ്യാനാണ് മണ്ണ് ശ്രമിക്കുന്നത്. ഒറിജിനലി ശരിക്കുള്ള മണ്ണ് ചെയ്യേണ്ടത് പൈല് മൂവ് ചെയ്യുന്നത് താഴേക്ക് മൂവ് ചെയ്യുന്നതിനെ റെസിസ്റ്റ് ചെയ്യാണ് വേണ്ടിയത്. അങ്ങനെ ചെയ്യാതെ പൈലിനോടൊപ്പം അതിൽ കൂടുതലോ താഴേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അവിടെ ഒരു റിലേറ്റീവ് മൂവ്മെൻറ്റ് ബിറ്റ്വീൻ ദ പൈൽ ആൻഡ് ദ സോയിൽ എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെ ഉള്ളപ്പോൾ എക്സ്ട്രാ ഫോഴ്സ് വരും. സോ ആസ് എ റിസൾട്ട് it reduces the ultimate capacity of the pile. പുതിയ ultimate capacity is equal to original ultimate capacity minus QU skin friction. ഈ ഭാഗത്തുള്ള skin friction കുറയ്ക്കേണ്ടതായിട്ട് വരും. Now, how to overcome negative skin friction? Usually you provide a protective sleeve or a coating around the pile. എവിടെയാണോ ഫിൽഡ് അപ്പ് സോയിൽ ഉള്ളത്, ആ ഫിൽഡ് അപ്പ് സോയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഭാഗത്തുള്ള പൈലിന് ചുറ്റും ഒരു പ്രൊട്ടക്റ്റീവ് സ്ലീവോ അല്ലെങ്കിൽ ഒരു കോട്ടിങ്ങോ കൊടുക്കും. അതായത് ഈ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ താഴത്തേക്ക് വലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കോട്ടിങ് അല്ലെങ്കിൽ ഒരു സ്ലീവ് പ്രൊവൈഡ് ചെയ്യും. തൊട്ട് മുമ്പേ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്റ്റാറ്റിക് ഫോർമുല യൂസ് ചെയ്ത്, അതായത് ബേസിക് ആയിട്ടുള്ള തിയററ്റിക്കൽ ഇക്വേഷൻ യൂസ് ചെയ്ത് ഒരു പൈലിൻ്റെ കപ്പാസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡായ ഡൈനാമിക് ഫോർമുല എന്ന് പറയുന്നത് ബേസിക്കലി ഒരു എനർജി ബാലൻസ് ഇക്വേഷനാണ്. എനർജി ബാലൻസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ it relates the energy delivered by the pile hammer to the energy absorbed by the pile during penetration. പ്രോസസ്സ് വളരെ സിമ്പിളാണ്. പൈല് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് സൈറ്റിൽ, അതിൻ്റെ മുകളിലേക്ക് ഒരു വലിയ ഹാമർ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ഈ ഹാമർ ഡ്രോപ്പ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ പൈൽ പെനിട്രേഷൻ മണ്ണിലേക്ക് എത്രയാണെന്നുള്ളത് മെഷർ ചെയ്യും. ഈ ഹാമർ കൊടുക്കുന്ന എനർജിയും അല്ലെങ്കിൽ എനർജി ഡെലിവേർഡ് ബൈ ദ പൈൽ ഹാമർ, അതിൽ നിന്നും എനർജി അബ്സോർബ് ബൈ ദ പൈൽ ഡ്യൂറിങ് പെനിട്രേഷൻ തമ്മിൽ ഇക്വേറ്റ് ചെയ്യും. അതിൽ നിന്നും പൈലിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നതിനാണ് ഡൈനാമിക് ഫോർമുല എന്ന് പറയുന്നത്. അപ്പം ചുരുക്കത്തിൽ വലിയൊരു ഹാമർ ഉണ്ട്, അതിലൊറ്റ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ മേളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്നു. മേളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജി ഇസ് W, weight of the hammer, multiplied by height of fall, multiplied by an efficiency, is equal to R into S. അതിലെ S എന്ന് പറയുന്നത് സെറ്റിൽമെൻറ്റ് ഓഫ് പൈൽ. അല്ലെങ്കിൽ ഒരു നിശ്ചിത വെയിറ്റ് ഉള്ള ഒരു ഹാമർ ഒരു നിശ്ചിത പൊക്കത്തിൽ നിന്ന് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എനർജി എത്രയാണോ അതിൽ നിന്നും പൈലിൻ്റെ കപ്പാസിറ്റി R എത്രയെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, പ്രൊവൈഡഡ് സെറ്റിൽമെൻറ്റ് എത്രയാണെന്ന് അറിഞ്ഞാൽ. അപ്പം R is equal to WH eta by S എന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അതിൽ R എന്നുള്ളത് പൈൽ റെസിസ്റ്റൻസ് ആണ്. It is assumed to be related directly to the ultimate pile capacity QU. എഫിഷ്യൻസി ഈറ്റ എന്ന് പറയുന്നത് ഈ ഹാമറിൻ്റെ ഒരു എഫിഷ്യൻസിയാണ്. ഈ ഹാമർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ മുഴുവൻ എനർജി വന്നോളണമെന്നില്ല. അതിന് എന്തെങ്കിലും ഒരു റിഡക്ഷൻ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ 10% റിഡക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എഫിഷ്യൻസി വിൽ ബി 90%. ആൻഡ് W is the weight of the hammer, H is ram stroke. സാധാരണ ഒരു ഹാമർ ആണെങ്കിൽ ഹൈറ്റ് ഓഫ് ഫോൾ ആണ്, അല്ല ഒരു പിസ്റ്റൺ പോലത്തെ ഒരു ഹാമർ ആണെങ്കിൽ അതിൻ്റെ സ്ട്രോക്ക് എത്രയാണോ അത്രയും. R is the pile resistance which is assumed to be equal to pile capacity. S is a permanent pile displacement അല്ലെങ്കിൽ pile set എന്ന് പറയും. ചുരുക്കത്തിൽ ഒരു ഹാമർ ഡ്രോപ്പ് ചെയ്യുന്നു, വെയിറ്റ് ഓഫ് ദ ഹാമർ അറിയാം, ഹൈറ്റ് ഓഫ് ഫോൾ അറിയാം, എഫിഷ്യൻസി അറിയാം, സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ പൈൽ സെറ്റ് അറിയാമെന്നുണ്ടെങ്കിൽ R കണ്ടുപിടിക്കാൻ പറ്റും, which is approximately equal to the ultimate pile capacity.
ഇതാണ് ഡൈനാമിക് ഫോർമുലയുടെ അടിസ്ഥാനപരമായ തത്വം. ഇനി ഡൈനാമിക് ഫോർമുലയുടെ ഏറ്റവും ക്രൂഡ് ഫോമാണ് എഴുതിയിരിക്കുന്നത് R = WH η/S എന്നുള്ളത്. അതിനെ മോഡിഫൈ ചെയ്തിട്ട് മോഡിഫൈഡ് ഹീലീസ് ഫോർമുലയുണ്ട്. അതായത് ചുരുക്കത്തിൽ ബേസിക് ആയിട്ടുള്ള ഡൈനാമിക് ഇക്വേഷനെ മറ്റു പല എനർജി ലോസസും അക്കൗണ്ട് ചെയ്തിട്ട് ഉള്ള ഇക്വേഷനാണ് മോഡിഫൈഡ് ഹീലീസ് ഇക്വേഷൻ. ഒരു വ്യത്യാസമാണുള്ളത്. ബേസിക്കലി R = WH η/S + C/2. WH η/S ആയിരുന്നു ഒറിജിനൽ ഇക്വേഷൻ. ഇപ്പോൾ WH η/S + C/2 ഉണ്ട്. അതിൽ C = C1 + C2 + C3. ഇനി C1 എന്താ, C2 എന്താ, C3 എന്താന്ന് ചോദിച്ചാൽ ചുരുക്കത്തിൽ ഈ കാണുന്ന എനർജി ലോസസിന്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. C1 ടെമ്പററി ഇലാസ്റ്റിക് കംപ്രഷൻ ഓഫ് ദ ഡോളി, C2 ടെമ്പററി ഇലാസ്റ്റിക് കംപ്രഷൻ ഓഫ് ദ പൈൽ, C3 ടെമ്പററി ഇലാസ്റ്റിക് കംപ്രഷൻ ഓഫ് ദ സോയിൽ. ഡോളി എന്ന് പറയുന്നത് നമ്മുടെ പൈലിൻ്റെ മേളിൽ വെക്കുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. അപ്പം പൈലിൻ്റെ മേളിൽ വെക്കുന്ന എക്യുപ്മെൻറ്റിൻ്റെയും പൈലിൻ്റെയും താഴെയുള്ള സോയിലിൻ്റെയും ടെമ്പററി ഇലാസ്റ്റിക് കംപ്രഷനും കൂടെ അക്കമഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു കറക്ഷനാണ് C. ഇനി അതിൽ ഓരോ ടേംസിനെയും ഏതൊക്കെ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യാം. ബേസിക് ഇക്വേഷൻ R = WH η/S + C/2, where C = C1 + C2 + C3. അതിൽ C1 എന്ന് പറയുന്നത് = 1.77 R/A. C2 എന്ന് പറയുന്നത് 0.657 RL/A. C3 എന്ന് പറയുന്നത് 3.55 R/A. ഇനി ഈറ്റ എഫിഷ്യൻസി ഓഫ് ദ ഹാമർ സിസ്റ്റം എന്നുള്ളത് രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഡിപ്പെൻഡിങ് ഓൺ ദ കേസ് നമുക്ക് ചൂസ് ചെയ്യണം. ഈറ്റ = W + E²P/W + P if W is greater than AP, and eta = W + E²P/W + P minus W minus EP/W + P whole square if W is less than EP. അപ്പം L എന്ന് പറയുന്ന ഈ ഇക്വേഷനിൽ കാണുന്ന L is the length of the pile in meter, A is a cross sectional area of the pile in centimeter square, E ഈ കാണുന്ന ഇക്വേഷനിലുള്ള E is a coefficient of restitution. നിങ്ങൾ ബേസിക് ഫിസിക്സിൽ അല്ലെങ്കിൽ പ്രോബബ്ലി മെക്കാനിക്സിൽ പഠിച്ചിട്ടുള്ള coefficient of restitution ആണ് E. P എന്ന് പറയുന്നത് ഈ ഇക്വേഷനിൽ കാണുന്ന P is a weight of the pile plus anvil plus helmet. ഈ ആൻവിലും ഹെൽമെറ്റും ഒക്കെ ഈ ഹാമർ വന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോൾ പൈലിൻ്റെ മേളിൽ വെക്കുന്ന കാര്യങ്ങളാണ്. സോ എനിവേസ് യു ക്യാൻ ജസ്റ്റ് അസ്യൂം ദാറ്റ് ഇറ്റ്സ് പാർട്ട് ഓഫ് എ പൈൽ. അപ്പം പൈലിൻ്റെ വെയിറ്റ് ആണ് ഈ കാണുന്ന P. W എന്ന് പറയുന്നത് മുമ്പത്തെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞ റാമിൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ ഹാമറിൻ്റെ വെയിറ്റ്. സോ W if it's greater than EP, efficiency will be given by W + E²P/W + P. അതല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ ചൂസ് ചെയ്യും. അപ്പോൾ ബേസിക്കലി നമ്മുടെ എനർജി ബാലൻസ് ഇക്വേഷനകത്തുള്ള മോഡിഫൈഡ് ടേംസ് ആണ് C1 + C2 + C3 അക്കോമഡേറ്റ് ചെയ്തതും പിന്നെ എഫിഷ്യൻസിക്കകത്ത് വന്നിട്ടുള്ള ഈ രണ്ട് വ്യത്യാസങ്ങളും. മോഡിഫൈഡ് ഹീലി ഫോർമുല യൂസ് ചെയ്തിട്ട് പൈൽ കപ്പാസിറ്റി R കണ്ടുപിടിക്കാൻ പറ്റും.